അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ. എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് തിങ്കളാഴ്ച രാവാണ്. ഇന്ന് മഗ്‌രിബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരുന്നത് തിങ്കളാഴ്ച രാവാണ്. തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ഒക്കെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള രാവുകളാണ്. അപ്പോൾ ആ ഒരു രാവിൽ നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആ അല്ലാഹു തട്ടിക്കളയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള രാവുകളിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടാനും നമ്മൾ സഹിക്കുന്ന നമ്മുടെ വേദനകളൊക്കെ എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ സന്തോഷവും സമാധാനത്തിലുമൊക്കെ ആയി കിട്ടാൻ വേണ്ടി ഇതുപോലെ രാവുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ രാവിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. അതായത് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദുആ ചെയ്യണമിത്ത, എന്തെങ്കിലും സ്വലാത്തോ ദിക്റോ പറഞ്ഞു തരുമോ എന്നും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീങ്ങിപ്പോവാൻ വേണ്ടി ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന തസ്ബീഹുകൾ, അതുപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ദിക്റുകൾ, സൂറത്തുകൾ ഒക്കെ ഓതുന്നവരും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തും മുത്ത് റസൂലിൻ്റെ പേരിൽ 3 യാസീൻ ഓതണമെന്ന്. അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവ്, അതായത് ഇൻഷാ അല്ലാ ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളെ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഖുർആൻ എടുക്കില്ലേ, ആ ഖുർആൻ എടുത്തിട്ട് ഫസ്റ്റിൽ തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ യാസീൻ ഓതുക. 3 യാസീൻ. അത് ഇന്ന് തിങ്കളാഴ്ച രാവിൽ മാത്രമല്ല, എല്ലാ ഇൻഷാ അല്ലാ വരുന്ന വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഒരുപാട് ഇടങ്ങേറുകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, മനസ്സിന് സമാധാനമില്ലാത്ത ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. ആ എല്ലാ കാര്യങ്ങളും റാഹത്തിലും സമാധാനത്തിലും ആയി കിട്ടാൻ വേണ്ടി ഇനി മുതൽ ഇതേപോലെ ഞാൻ ചെയ്യും. വെള്ളിയാഴ്ച രാവിൽ 3 യാസീൻ മുത്ത് റസൂലിൻ്റെ പേരിൽ, തിങ്കളാഴ്ച രാവിൽ 3 യാസീൻ മുത്ത് റസൂലിൻ്റെ പേരിൽ, അല്ലാത്ത ദിവസമൊക്കെ ഒരു യാസീനെങ്കിലും മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഓതണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഇടങ്ങേറുകളൊക്കെ നീങ്ങാനും സമാധാനം വരാനും ബുദ്ധിമുട്ടൊക്കെ മാറി നീങ്ങി പോയാനും ആ ബുദ്ധിമുട്ട് നീങ്ങി സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരാനുള്ള ഓരോ മാർഗങ്ങളാണിതൊക്കെ. അതുപോലെ തന്നെ ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മരണം വരെ ഇതേപോലെ ചെയ്യും എന്ന് മനസ്സിൽ നിയത്താക്കുക. ഞാൻ 2-3 വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ 3 യാസീൻ ഓതുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവില്ലേ, അതായത് നമ്മൾ ഓരോ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും. സ്വലാത്തുകളുണ്ടാവും, അല്ലെങ്കിൽ മഹാന്മാരെ പേരിലൊക്കെ നമ്മൾ യാസീൻ ഓതുന്നവരുണ്ടാവും. നമ്മളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക്, നമ്മളെ ഉപ്പമാർ ഉമ്മമാർ അവർക്കൊക്കെ നമ്മൾ യാസീൻ ഓതുന്നതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് ഇന്ന് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ നിയ്യത്താക്കി വെക്കുക. എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ ഞാൻ ഈ നാരിയത്ത് സ്വലാത്ത് ഇത്ര എണ്ണം ഞാൻ ചൊല്ലിത്തീർക്കും. അതായത് ഞാനൊരു എണ്ണം പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത്, ഒരു 313 എണ്ണമൊക്കെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചൊല്ലണം കേട്ടോ. അല്ലാതെ നാളേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. അതായത് സുബഹി നമസ്കാരത്തിന് മുന്നേ ആയിട്ട് ചൊല്ലി തീർത്താൽ മതി. ഇന്നിപ്പോൾ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് കുറച്ച് ചൊല്ലി വെച്ചു, എന്നിട്ട് സുബഹി നമസ്കാരത്തിന് നാളെ ഇൻഷാ അല്ലാ സുബഹി നമസ്കാരത്തിന് ശേഷമായിട്ട് ബാക്കി ചൊല്ലി തീർക്കുക. നിങ്ങളെ മനസ്സിലുള്ള സകല പ്രശ്നങ്ങളും പ്രയാസങ്ങളും
തീർന്ന് കിട്ടാൻ റബ്ബേ. ഞാൻ നാരിയത്ത് സ്വലാത്ത് എനിക്ക് 40, നിങ്ങൾക്ക് 40 എണ്ണമാണ് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ 40 എണ്ണം നിയത്താക്കി വെക്കുക. അല്ല 33 എണ്ണമാണ് എനിക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ 33 എണ്ണം നിങ്ങൾ മനസ്സിൽ നിയത്താക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 11 എണ്ണമാണ് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അപ്പം ഒരുപാട് എണ്ണത്തിലല്ല കാര്യം. നമ്മൾ ചൊല്ലുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തിലാണോ, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ മനസ്സിൽ നല്ല വിഷമം വെച്ചിട്ടാണോ ചൊല്ലുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം അല്ലാഹു കാണിച്ചു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പം നാരിയത്ത് സ്വലാത്ത് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നിയത്താക്കി വെക്കുക. ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോരുത്തരും ഇതുപോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോ കാര്യവും അള്ളാഹു റാഹത്തിലാക്കി തരും. സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്തോഷമുണ്ടാകും. സമാധാനമില്ലാത്ത ജീവിതമാണോ നമ്മുടെ ജീവിതമെങ്കിൽ സ്വലാത്ത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരൊറ്റ ദിവസം സ്വലാത്ത് ചൊല്ലിയിട്ട് പിറ്റത്തെ ദിവസം തന്നെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആഗ്രഹങ്ങളൊക്കെ നമ്മുടേത് നിറവേറും എന്നല്ല കേട്ടോ പറയുന്നത്. ദിവസങ്ങളോളം ചൊല്ലണം, മാസങ്ങളോളം ചൊല്ലണം, വർഷങ്ങളോളം ചൊല്ലണം. നമ്മുടെ മരണം വരെ നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് എല്ലാം നേടാൻ കഴിഞ്ഞത് എന്ന് തന്നെ പറയാം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് അള്ളാഹു നേടാൻ സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ കാരണം സ്വലാത്ത് മാത്രമാണ്. അല്ലാണ്ട് വേറെ ഒരുപാട് ഇബാദത്ത് ഉറക്കമില്ലാതെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരാളാണ്. അപ്പം എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. സ്വലാത്ത് ഞാനൊരു വലിയ ആളായിട്ട് പറയല്ല. നിങ്ങളെ ജീവിതത്തിൽ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും ആകെ തളരാതെ അള്ളാഹു അതിനൊക്കെ എന്തെങ്കിലും ഓരോ വഴി മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടാണ്, എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഞാനിത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ചൊല്ലുന്ന ഒരു സ്വലാത്തിൻ്റെ കണക്കും കാര്യമൊന്നും ഞാൻ ആരോടും പറയാറില്ല. അതെനിക്ക് ഇഷ്ടവുമല്ല. അപ്പം ഒരുപാട് ടെൻഷനും വിഷമവും പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ. അറിയാത്തവരുണ്ടാവും അല്ലേ? ചിലപ്പോൾ നമ്മൾ സ്വലാത്തൊക്കെ നിയ്യത്താക്കിയിട്ട് നമ്മൾ ചൊല്ലുന്നവരുണ്ടാവും. പക്ഷേ നമ്മളത് നിലനിർത്തി പോവില്ല. കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ ഒരുപാട് സ്വലാത്തൊക്കെ നിയ്യത്താക്കി ചൊല്ലുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല നമ്മൾ ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലുന്നതിൽ കുഴപ്പമുണ്ട് എന്നല്ല കേട്ടോ. നമ്മൾ ചൊല്ലുന്നത് എല്ലാ ദിവസവും, അത് നമ്മുടെ മരണം വരെ. ചുരുങ്ങിയതൊരു 100 സ്വലാത്ത് ചൊല്ലാൻ കഴിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എത്ര തിരക്കാണെങ്കിൽ പോലും നമുക്ക് സ്ത്രീകൾക്ക് ഓരോ ജോലി എടുക്കുന്നതിനിടയിലൊക്കെ സ്വലാത്ത് ചൊല്ലിക്കൂടെ? ചൊല്ലാലോ. സംസാരിക്കുന്നതിന് ഇടയിലായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ജോലി എടുക്കുകയാണ്, അപ്പോൾ നമ്മളെ അടുത്ത് വേറെ ഒരാളുമുണ്ട്. നമ്മൾ പണിയൊക്കെ എടുക്കുന്നതിനിടയിലായിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്, അതിൻ്റെ സ്വലാത്തും ചൊല്ലുന്നുണ്ട്. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് കിച്ചണിൽ കയറിയിട്ട് അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും പരിപാടി, അതായത് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് തനിച്ചാവുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലാം. അതൊന്നും കണക്ക് പിടിക്കാതെ നമുക്ക് ചൊല്ലാം. ഞാനും അതേപോലെയാണ് ചൊല്ലാറുള്ളത്. മുറ്റമടിച്ചു വരുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലാറുണ്ട്, അലക്കുന്ന സമയത്ത് ചൊല്ലും, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ചൊല്ലും. അതായത് ഈ യാത്രയൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലും നമ്മുടെ ഓരോ ആവശ്യത്തിന് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാം. നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് പുറത്ത് പോകുന്നത് എങ്കിൽ എത്രയോ സ്വലാത്ത് നമുക്ക് ചൊല്ലാം. ആ രീതിയിലൊക്കെ ചൊല്ലാം. അല്ലാണ്ട് ഒരു ഒഴിഞ്ഞു നിന്ന് അതിനായിട്ടൊരു സമയം കണ്ടെത്തിയിട്ട് അങ്ങനെ തന്നെ ഓതണം നിയ്യത്താക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലാം. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ജീവിതത്തിൽ
എല്ലാം നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഉംറ വരെ ചെയ്യാൻ അള്ളാഹു എനിക്കൊരു വഴി കാണിച്ച്, ഒരു തവണയല്ല 3 തവണ എനിക്ക് ഉംറ ചെയ്യാൻ അള്ളാഹു എനിക്കതിന് ഭാഗ്യം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പം അങ്ങനെയുള്ള ഒക്കെ ഭാഗ്യങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. നമ്മൾ അങ്ങോട്ട് പോവണ്ട. ഈ സ്വലാത്ത് ചൊല്ലിയാൽ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ സ്വലാത്ത് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നണം, ഞാൻ സ്വലാത്ത് മുറുകെ പിടിക്കും, സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ തോന്നണം. അല്ലാണ്ട് ഒരാൾ പറഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലിക്കോളി നമ്മുടെ ജീവിതത്തിൽ എല്ലാം സൗഭാഗ്യങ്ങളും വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്നതിനേക്കാളും നല്ലത് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നണം, ഞാൻ ഇന്ന് മുതൽ സ്വലാത്ത് മുറുകെ പിടിക്കും. നിയ്യത്താക്കാതെ തന്നെ എപ്പോഴും ഇങ്ങനെ ഏത് സ്വലാത്തും ചെല്ലാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ മഗ്‌രിബിൻ്റെ ശേഷമായിട്ട് നാരിയത്ത് സ്വലാത്ത് നിയ്യത്താക്കിയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഓരോ പ്രയാസവും വിഷമങ്ങളൊക്കെ തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമുക്ക് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഓരോ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞു സ്വലാത്തുണ്ടല്ലോ, അതൊക്കെ ചെല്ലാം. ഞാൻ അങ്ങനെയുള്ള സ്വലാത്തൊക്കെയാണ് ചെല്ലൽ. പിന്നെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്തും ചെല്ലാറുണ്ട്. അപ്പം കുറച്ച് ഈ സ്വലാത്തും ചെല്ലും. പിന്നെ ഫാത്തിമിയ ഇതുണ്ടല്ലോ, സലാത്തുൽ ഫാത്തിഹ്, ആ ഒരു സ്വലാത്ത് ചെല്ലും. പിന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലാറുണ്ട്, നാരിയത്ത് സ്വലാത്ത് ചെല്ലാറുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ കണക്ക് പിടിച്ച് ചെല്ലണം എന്നൊന്നുമില്ല. അതൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളെ മനസ്സിൽ എന്ത് വേണം, മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഓതാൻ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുന്നത് പോലെ ഇങ്ങനെ ചൊല്ലിയല്ല. ഞാൻ മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്താണ് ചെല്ലുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു എനിക്ക് തീർത്ത് തരും എന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഓരോ കാര്യവും ഇന്ന കാര്യമെന്നില്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഓരോന്നും നടന്നിട്ടുള്ളത്. ഞാൻ എന്താ ഇതിനൊക്കെ ഞാൻ ചെയ്യുക, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരിക്കലും ഞാൻ ഉംറ ചെയ്യുമൊന്നും അള്ളയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല. എനിക്ക് ഉംറ ചെയ്യാൻ അള്ളാഹു എനിക്ക് ഒരു വഴി കാണിച്ചു തരുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യം ഫസ്റ്റിൽ ഞാൻ ഉംറക്ക് പോയത്. പിന്നെ വന്ന് 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എൻ്റെ മക്കളെ കൂടെ ഒരുമിച്ച് വീണ്ടും എനിക്ക് ഉംറ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ എനിക്ക് അള്ളാഹു തന്നത് ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് മാത്രമാണ്. അതെനിക്ക് പരിപൂർണ വിശ്വാസവുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ പ്രയാസവും ഇന്നതെന്നില്ല, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് മനസ്സ് വേദനിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഇടങ്ങേറാവുന്നത്, ഇനി മുതലെങ്കിലും നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചോളി. അപ്പോൾ അറിയാത്തത് കൊണ്ട് ഒരുപാട് പേരുണ്ടാവും ഇതുപോലെയൊക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും, അങ്ങനെയൊന്നും അറിയാത്തവരും ഉണ്ടാവും ഒരുപാട് ഉമ്മമാരൊക്കെ. അപ്പോൾ നമ്മുടെ എല്ലാ ഇടങ്ങേറുകളൊക്കെ അള്ളാഹു നീക്കിത്തരും. നമ്മൾ സ്വലാത്തൊക്കെ മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഇടങ്ങേറൊക്കെ മാറി നിൽക്കും. സന്തോഷങ്ങൾ മാത്രം നമുക്ക് അള്ളാഹു നൽകും. അതൊക്കെയാണ് ഓരോ വെള്ളിയാഴ്ച രാവിലെ 3 യാസീൻ. ഇപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാ തിങ്കളാഴ്ച രാവാണ്. അപ്പോൾ ഇന്നും 3 യാസീൻ നിർബന്ധമായിട്ടും ഓതുക. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോവട്ടെ. നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നിയ്യത്താക്കുക, ഇനി മുതൽ ഇൻഷാ അല്ലാ ഞാൻ മുത്ത് റസൂലിൻ്റെ പേരിൽ ഈ ഒരു രൂപത്തിൽ ഞാൻ യാസീൻ ഓതും. അതുപോലെ തന്നെ ഒരു ദിവസമില്ലാതെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചെല്ലുമെന്ന് നമ്മൾ തന്നെ അതിനൊക്കെ ഒരുങ്ങണം. അല്ലാണ്ട് ഒരു വേണോ വേണ്ട ചൊല്ലിയിട്ടല്ല. ഒരുപാട് പ്രയാസവും വിഷമവും ഉണ്ടാകും. ഇതൊന്നിനും നമുക്ക് നേരമില്ലാണ്. അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ, നമ്മൾ എന്തെങ്കിലും കല്യാണത്തിനോ സൽക്കാരത്തിനോ ഒക്കെ നമുക്ക് പോകാനുണ്ട് എങ്കിൽ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിച്ചും അല്ലേ, പെട്ടെന്ന് തീർക്കില്ലേ. അതുപോലെ തന്നെ ഇതിന് മാത്രം സ്വലാത്ത് ചെല്ലാനും നിസ്കരിക്കാനും അങ്ങനെ ഖുർആൻ എടുക്കാനും ഒക്കെ മാത്രമായിട്ടൊരു സമയമൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ നമ്മൾ ഓരോ കാര്യത്തിനും സമയം കണ്ടെത്തുന്നത് പോലെ ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ മുന്നിലായിട്ട് ഓരോ സമയം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി മുതലെങ്കിലും ഇതുപോലെ ഞാൻ ചെയ്യും. മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ ഓരോ ദിവസവും എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല.
ഒരുപാട് ഇടങ്ങേറും പ്രയാസവും എൻ്റെ ജീവിതത്തിലുണ്ട്. എല്ലാം റാഹത്തിലാവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇന്നിപ്പോൾ നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലി നാളെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കയറി വരുമെന്നല്ല പറയുന്നത്. സ്വലാത്തിനെ മുറുകെ പിടിക്കുക, അതുപോലെ തന്നെ മുത്ത് റസൂലിനോട് ഇഷ്ടം കൂടുക, മുത്ത് റസൂലിനോടുള്ള മുഹബ്ബത്ത് വർദ്ധിപ്പിക്കുക. എന്നിട്ട് മുത്ത് റസൂലിന് യാസീൻ ഓതാത്ത ഒരു ദിവസവും ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിട്ട് മാസങ്ങളോളം, ചിലർക്ക് ദിവസങ്ങളോളം ആകുമ്പോഴേ തന്നെ ഉത്തരം അള്ളാഹു കാണിച്ചു തരും. അത്രക്കും മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ മുത്ത് റസൂലിനോടുള്ള ആ ഇഷ്ടം വെച്ചിട്ടാണ് നമ്മൾ സ്വലാത്തും യാസീനും ഒക്കെ നിയത്താക്കി ഓതുന്നത് എങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കി തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയെങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഒരുപാട് ടെൻഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ ഉമ്മമാരുണ്ട്. അപ്പോൾ ഇന്ന് മഗ്‌രിബിൻ്റെ ശേഷം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ 3 യാസീൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസവും ചെയ്യാവുന്ന കാര്യങ്ങളൊന്നും മുടക്കം വരുത്താതെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നതൊന്നും മുടക്കം വരുത്താതെ നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് നാരിയത്ത് സ്വലാത്ത് നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം അത് ചൊല്ലേണ്ടത് നിങ്ങൾ ഈ സംസാരിക്കുന്നതിന് ഇടയിലായിട്ടല്ല, ആരുമില്ലാത്തൊരു സ്ഥലത്തൊന്ന് തനിച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളൊരു എണ്ണം ആദ്യം തന്നെ കണക്കാക്കുക, എനിക്ക് ഇത്ര എണ്ണം ചൊല്ലാൻ കഴിയുമെന്ന്. ആ ഒരെണ്ണം നിങ്ങൾ നിയത്താക്കിയിട്ട് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. 11 എണ്ണോ 33 എണ്ണമൊക്കെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് എങ്കിൽ ആ ഒരു ഇരുന്ന ഇരുപ്പിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരെണ്ണം ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ് അല്ലേ. അല്ലാതെ ഒരു 100 എണ്ണം അങ്ങനെയൊക്കെയാണ് നമ്മൾ നിയത്താക്കുന്നത് എങ്കിൽ സുബഹിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർത്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തിയാൽ, നിലനിർത്തിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ വരും, ഒരുപാട് ഉന്നത പദവിയിൽ നിങ്ങളെത്തും. നിങ്ങളെ കാര്യങ്ങളെല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരും. ഒരു പക്ഷേ നമ്മൾ കരുതും നമുക്ക് മക്കളൊക്കെ കല്യാണം കഴിക്കാനുണ്ടാവും, എന്താ റബ്ബേ ഞാൻ ചെയ്യുക, ഒന്നുമില്ലല്ലോ ഞങ്ങളെ കയ്യിൽ, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലും ഒന്നുമില്ല, എനിക്കും ഒന്നുമില്ല, എങ്ങനെയാണ് എൻ്റെ കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. എന്തെങ്കിലും വഴി നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തരും. കാരണം സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി. മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങൾ മനസ്സിൽ ഒരുപാട് ഉണ്ടാക്കിക്കോളി. മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം വെച്ചുകൊണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക, സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല. നിങ്ങൾക്കൊരു ദുഃഖം മനസ്സിൽ വന്നാലും ആ ഒരു ദുഃഖത്തിന് അള്ളാഹു അതിനാലെ ഇരട്ടി സന്തോഷം അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തരും. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട്. എന്താ ചെയ്യുക റബ്ബേ, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വരെ എത്തുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഒരു സമാധാനം, ഒരു സന്തോഷം അള്ളാഹു കാണിച്ചു തരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും അള്ളാഹ് ഞങ്ങളെ മുന്നിൽ കാണിച്ചു തന്നത്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരും. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇനി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നിനും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ വരില്ല എന്നല്ല, ടെൻഷനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. എന്നാലും ആകെ നമ്മൾ തളരില്ല. ആ ടെൻഷൻ അടിച്ചതിന് ഇരട്ടിയായിട്ട് നമ്മുടെ മുന്നിൽ അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും നമ്മുടെ മുന്നിൽ അള്ളാഹ് കാണിച്ചു തരും. ഉറപ്പാണ്, 100%. ഞാൻ നിങ്ങളോട് ഇത്രക്കും വിശ്വാസത്തിൽ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ വേറെ ആരെ ജീവിതവുമല്ല എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് മാത്രമാണ് ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഇനിയും ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ മനസ്സിലുണ്ടായാലും എൻ്റെ മനസ്സിലുണ്ട് വിശ്വാസം അള്ളാഹു കൊടുക്കില്ല എന്നാണ്. അള്ളാഹ് എന്തെങ്കിലും ഒരു വഴി മുന്നിൽ കാണിച്ചു തരും. അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരും. മനസ്സിൽ വിഷമമുണ്ടായാലും ഒരു പ്രയാസവുമില്ല, അള്ളാഹ് എന്തെങ്കിലും ഒരു സന്തോഷം കാണിച്ചു തരും. അതിനുള്ളൊരു വഴി അള്ളാഹു കാണിച്ചു തരും. അള്ളാഹ് കൊടുക്കില്ല. അങ്ങനെയുള്ളൊരു മനസ്സാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ തോന്നുകയാണ് അള്ളാഹു നമ്മളെ കൊടുക്കില്ല. കാരണം ഓരോ ഗതികെട്ട പ്രയാസം വരുന്ന സമയത്ത്, വലിയ വലിയ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇനി എന്താ ചെയ്യുക എന്നുള്ള സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അള്ളാഹു ജീവിതത്തിൽ തന്നിട്ടുള്ളത്. ഒരിക്കലും വിചാരിക്കാത്ത ഓരോരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനിയും അള്ളാഹു എന്തെങ്കിലും കാര്യം മനസ്സിൽ വിഷമം വന്നാലും അതിനുള്ളൊരു പോംവഴി അള്ളാഹ് മുന്നിൽ കാണിച്ചു തരും എന്ന വിശ്വാസമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഓരോ പ്രയാസവും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്തും
നിങ്ങളാകെ കുടുങ്ങില്ല. ഇതുപോലെ നിങ്ങളിപ്പോൾ ഇന്ന് 2 ദിവസം മാത്രമല്ല പറയുന്നത് കേട്ടോ. വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും മാത്രം സ്വലാത്ത് ചെല്ലണം, യാസീൻ ഓതണം എന്നല്ല പറയുന്നത്. എല്ലാ ദിവസവും നമുക്ക് കഴിയുന്നിടത്തോളം നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക. ഇന്ന സ്വലാത്ത് എന്നില്ല. ഞാനിപ്പോൾ നാരിയത്ത് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിപ്പോൾ നമ്മൾ നിയ്യത്താക്കി ചൊല്ലുകയാണ്. അങ്ങനെ നമ്മൾ നിയ്യത്താക്കി ചൊല്ലുന്ന സമയത്ത് നമുക്ക് ഒരു കൗണ്ടറോ സ്വലാത്ത് മാലയോ പിടിച്ചിട്ട് നമുക്ക് ചെല്ലാം. അല്ലാണ്ട് നമുക്ക് ഒരു കണക്കില്ലാതെ നമുക്ക് സ്വലാത്ത് ചെല്ലാം. അള്ളാഹ്ക്കറിയാലോ നമ്മൾ എത്ര സ്വലാത്താണ് ചെല്ലുന്നത്. നമ്മൾ സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള വിഷമം എന്താണ്, പ്രയാസം എന്താണ്, മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം വെച്ചിട്ടാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് എന്നൊക്കെ അള്ളാഹുവിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കി കളയണ്ട. വെറുതെ കേട്ടിട്ട് അതൊക്കെ വെറുതെയാണ് എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സമാധാനമില്ലാത്ത കാര്യമായി പോകും. ഒരു പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾ തുടർന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു സമാധാനവും കിട്ടും, മനസ്സിന് സമാധാനവും ഉണ്ടാവും, ഇടങ്ങേറുണ്ടാവില്ല. നിങ്ങളെ കാര്യങ്ങളൊക്കെ ഓരോരോ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു മാർഗം അള്ളാഹ് നിങ്ങളെ മുന്നിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ഉറപ്പാണ്. വീണ്ടും ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ അനുഭവമാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഇതുപോലെ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്കും അതിനുള്ള കാര്യം നടത്തി തരും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം ഇതുപോലെ ചെയ്യുക. ഇതേപോലെ ഞാനും ഇതുപോലെ ചെയ്യും. എൻ്റെ ജീവിതത്തിലും ഇനി സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം ഉണ്ടാവില്ല, മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാവില്ല എന്ന് മനസ്സിലങ്ങോട്ട് നിയ്യത്താക്കിക്കോളി. എന്നിട്ട് അങ്ങോട്ട് സ്വലാത്തും യാസീനും ഒക്കെ ചെല്ലാൻ തുടങ്ങിക്കോളി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളുണ്ടാവും, നമുക്കൊരു ടെൻഷനും അള്ളാഹ് തരില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ നോക്കിയാലോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് കേട്ടോ. മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീനും സ്വലാത്തും ഒക്കെ ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും വരില്ല. അപ്പോൾ ഞാനും ഇതേപോലെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മളെ ഭർത്താക്കന്മാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, യാസീൻ ഓതാനും സ്വലാത്ത് ചെല്ലാനും മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക. നമുക്കൊരു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകും ഇൻഷാ അല്ലാഹ്, ഉറപ്പാണ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 3 യാസീൻ മുത്ത് റസൂലിൻ്റെ പേരിൽ നിർബന്ധമായിട്ടും ഓതുക കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം, മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് മിസ്സാവരുത്. ഈ ഒരു ക്ലാസ് വളരെ ഉപകാരമുള്ള ക്ലാസ്സാണ്. എനിക്ക് പറയാൻ ഇഷ്ടമില്ല ആരോടും ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നതും അതൊന്നും അത്രക്കും ഞാൻ പ്രയാസവും വിഷമം പറഞ്ഞിട്ടുള്ള ഒരുപാട് എന്നോട് സ്നേഹമുള്ള ഉമ്മമാർ സഹോദരിമാരാണ്. ഒരുപാട് പേര് വാട്സപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അപ്പം നിങ്ങൾക്കായിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എന്ത് കാര്യത്തിനാണോ ടെൻഷൻ അടിക്കുന്നത് ആ ഒരു പ്രയാസം മാറ്റി സന്തോഷത്തിലാക്കി തരട്ടെ. സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അതുപോലെ ഞാൻ ഈ പറഞ്ഞ സ്വലാത്ത് ചെല്ലാനും മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും മരണം വരെ നിലനിർത്താൻ അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.